സംഭവമാണ് നമ്മൾ നോക്കാം. ഇത് നമ്മള് സെക്കൻഡ് പാർട്ട് ഇക്ലിബ്രിയം, നിങ്ങളെ പേടിപ്പിക്കുന്ന കെമിക്കൽ ഇക്ലിബ്രിയം ചാപ്റ്ററിലെ നമ്മൾ പാർട്ട് ടു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ട് 2-ല് കെമിക്കൽ ഇക്ലിബ്രിയത്തിൽ ആദ്യത്തെ പാർട്ട് നിങ്ങൾ യൂട്യൂബ് ലിങ്ക് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കാണണം. എന്നിട്ട് പാർട്ട് 2 ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതാ മുന്നോട്ട് പോവുകയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിനിൽ കുഴക്കുന്ന, നിങ്ങൾക്ക് ടെൻഷൻ തരുന്ന ടോപ്പിക്സ് ആണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഹിയർ വി ഗോ മൈ ഡിയർ സ്റ്റുഡൻസ്. റെഡി? റെഡി? Ready or not? Yes. Yes. Good. Good. Yes. Here we go. ഇന്ന് നമ്മളൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എപ്പോഴും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. എസ്പെഷ്യലി നമുക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയത്തിന്റെ ടൈപ്പാണ്. ഒന്ന് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഒന്ന് ഹോമോജീനിയസ്, മറ്റൊന്ന് ഹെട്രോജീനിയസ്. നോക്കാം നമുക്ക്. മറ്റൊന്ന്, how many of you heard about this? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ, വെരി സിമ്പിൾ ആ, വിത്ത് എക്സാമ്പിൾ. എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? എന്താണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? എനി ഐഡിയ മൈ ഡിയർ സ്റ്റുഡൻസ്? എന്തായാലും ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതകളാണ്. ഇക്വിലിബ്രിയം, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്നാലോ? ആർ യു റെഡി? ശ്രീനിധി, ശ്രീലക്ഷ്മി, ശ്രീകലേഷ്, ശബരീഷ് കുമാർ, ആർ യു റെഡി? ഫർഹാൻ, യെസ്. ഫർഹാന് മോന്റെ ചോദ്യമൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ ക്ലാസ് അറേഞ്ച് ചെയ്ത ശേഷമാണ് ക്വസ്റ്റ്യൻ വന്നത്. നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിന് വേണ്ടി മാത്രം സാറ് ഹാഫ് ഇയർലിക്ക് മുമ്പ് ഒരു റിവിഷൻ സെഷൻ നടത്തി തരാം. ഓക്കെ ഫർഹാൻ, ഡിഡ് യു ഗെറ്റ് മീ? യാ, ഓഫ് കോഴ്സ്. ഗുഡ്. ഓക്കെ, ഹിയർ വി ഗോ. സോ എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നോക്കിക്കോ. H2 hydrogen plus I2 iodine gives, ഇതാണ് ഇക്വിലിബ്രിയത്തിന്റെ സിഗ്നൽ. ഫോർവേഡ് റിയാക്ഷൻ, ഫോർവേഡ് ആരോയും ഉണ്ടാവും, ബാക്ക്വേർഡ് ആരോയും ഉണ്ടാവും. ഇതിനാണ് ഞാൻ പാർട്ട് 1-ന്റെ വീഡിയോ കാണാൻ പറഞ്ഞത്. So H2 plus I2 gives 2HI. ഇതില് ഈ H2 എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ് അത് മാറ്റാം. ആ കളറ് നമുക്ക് പ്രശ്നമുള്ള കളറാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. വേറെ കളർ എടുക്കാം അല്ലേ? സി ബ്ലാക്ക്. ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അയോഡിൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ അയോഡൈഡും ഗ്യാസ് ആണ്. മൈ ഡിയർ സ്റ്റുഡൻസ്, വാട്ട് യു ക്യാൻ ഒബ്സർവ്? പൊന്നു മക്കളെ, ഈ റിയാക്ഷനിൽ വളരെ വ്യക്തമാണ് റിയാക്ടൻസ്. ഏതാ റിയാക്ടൻസ്? ഇവിടെ ഇതാണ് റിയാക്ടൻസ്. ഇത് പ്രോഡക്ട്സ്. റിയാക്ടൻസും പ്രോഡക്ട്സും ഒരേ അവസ്ഥയിലാണ്, gaseous അവസ്ഥയിലാണ്. Reactants, both reactants and products are in same phase, same state അല്ലെങ്കിൽ same phase. FACE phase അല്ല, PHAC phase. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വിലിബ്രിയം. ഓക്കെ കൃഷ്ണപ്രിയ, ഇതാണ് ആപ്റ്റ് കളർ. ഈ കളറ് ഒരുവിധം എല്ലാവർക്കും വിസിബിൾ ആണ്. ഇത് വെച്ച് കണ്ടാൽ മതി. ഓക്കെ, യെസ്. അപ്പോ കാരണം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്ക് ഡ്രോപ്പ് കംപ്ലീറ്റ് ബ്ലാക്ക് ആകുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഉള്ള AC EC വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്റെ സ്റ്റുഡിയോയിൽ അതെല്ലാം അവിടെ നിങ്ങൾക്ക് റിഫ്ലക്ട് ആവും. KBS പോലെ പ്ലെയിൻ അല്ലല്ലോ, ഇത് എന്റെ സ്റ്റുഡിയോ അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. സോ ഹൈഡ്രജനും അയോഡിനും ഈ 2 റിയാക്ടൻസും ഗ്യാസ് ആണ്, പ്രോഡക്ട്സും ഗ്യാസ് ആണ്. ഈ ഇക്വിലിബ്രിയം റിയാക്ഷനില് പങ്കെടുക്കുന്ന എല്ലാ റിയാക്ടൻസും പ്രോഡക്ട്സും സെയിം അവസ്ഥയിലാണ്, എല്ലാം ഗ്യാസ് ആണ്. ഇങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുമത്രേ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോ മീൻസ് സെയിം, വി നോ. അപ്പൊ എത്ര പേർക്ക് ഇത് മനസ്സിലായി? സാർ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എനിക്ക് മനസ്സിലായി സാർ. പറ ഞാൻ പഠിപ്പിച്ച് വിടുക ചെയ്യാം.
ഈ റിവിഷൻ ക്ലാസ്സിന്റെ പ്രത്യേകത നമ്മൾ ഇവിടെ തന്നെ പഠിച്ചിട്ടേ പോകുള്ളൂ. ഇവിടെ തന്നെ പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. യെസ് യെസ്. ഇനി നമുക്ക് നോക്കാം ഹെട്രോജിനസ് ഇക്വിലിബ്രിയം. അപ്പൊ എന്തായാലും സത്യത്തിന്റെ വിപരീതം അസത്യം അല്ലെ, പകലിന്റെ വിപരീതം രാത്രി. അപ്പൊ ഹോമോജീനസിന്റെ വിപരീതം എന്തായിരിക്കും? ഹെട്രോജീനസ്, ഡിഫറെന്റ് ഫേസ് ആയിരിക്കും. നമുക്ക് നോക്കാം. കാൽഷ്യം കാർബണേറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസോസിയേറ്റഡ് ഇൻടു കാൽഷ്യം ഓക്സൈഡ്, 10ാം ക്ലാസ്സിൽ പഠിച്ച റിയാക്ഷൻ, പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഈ കാൽഷ്യം കാർബണേറ്റ് പറഞ്ഞാൽ ലൈം സ്റ്റോൺ ആണ്, ചുണ്ണാമ്പ് കല്ല് അല്ലെ. അതെന്താണ്? സോളിഡ് ആണ് സാറേ. ദാറ്റ് ഈസ് എ സോളിഡ്. ദാറ്റ് ഈസ് എ സോളിഡ് അല്ലേ? ചുണ്ണാമ്പ് കല്ല് എന്താണത്? സോളിഡ് ആണ്. What about calcium oxide? Any idea from your side? Calcium oxide. It is also solid. And what about carbon dioxide? Carbon dioxide, excellent Abhinav. The answer is correct. Carbon dioxide is gas. Carbon dioxide is gas. Is it clear? Is it clear, students? Is it clear or not? Is it clear or not? Is it clear or not? Yes. Good. Good. Appo nokiye, what do you mean by homogeneous equilibrium? In homogeneous equilibrium, all both the reactants and products are in same phase. Same phase. Reactants and products എല്ലാം same phase ലായിരിക്കും ആണല്ലോ. എല്ലാം gas ആണ്. അങ്ങനെയുള്ളതിനെ ഹോമോജീനസ് ഇക്വിലിബ്രിയ എന്ന് പറയും. എന്താ ഹെട്രോജീനസ് ഇക്വിലിബ്രിയ? റിയാക്ടൻസും പ്രോഡക്ട്സും ഡിഫറെന്റ് ഫേസില്. റിയാക്ടൻസും പ്രോഡക്ട്സും നോക്കുക, രണ്ട് സോളിഡ് പിന്നെ ഒരു ഗ്യാസ് ആണ്. സോ രണ്ട് ഡിഫറെന്റ് ഫേസിലാവുമ്പോ, രണ്ട് റിയാക്ടൻസും പ്രോഡക്ട്സ് ഒക്കെ ഡിഫറെന്റ് ഫേസസിലാകുമ്പോ അതിനെ പറയുന്ന പേര് ഹെട്രോജീനസ് ഇക്വിലിബ്രിയ. ഇനി ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചാൽ ആ 2 മാർക്ക് മേടിച്ച് പോക്കറ്റിൽ ഇടും സാറേ. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? ഇനി എക്സാമ്പിളും വേണ്ട, ഡെഫിനിഷനും വേണ്ട, സെറ്റോ സെറ്റ് സാറേ, സെറ്റ്. ഇനി ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല സാറേ. ഹോമോജീനസ് ഇക്വിലിബ്രിയം ഹെട്രോജീനസ് ഇക്വിലിബ്രിയം തമ്മിൽ ഒരിക്കലും ടെൻഷൻ വരില്ല സാർ. ഗുഡ് ഗുഡ്. ഇനി ഈ ചാപ്റ്ററിന് എന്തായാലും ചോദിക്കുന്ന ഒരു അടിപൊളി ചോദ്യമാണ് എന്റെ പൊന്നു മക്കളെ. പറയട്ടെ, ആർ യു റെഡി ഫോർ നെക്സ്റ്റ് ടോപ്പിക്? നവനീത് മോൻ അവിടെ ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. വെരി ഗുഡ് ഫോർ യുവർ റെസ്പോൺസ്. ഐ ആം ബിഹൈൻഡ് യു നവനീത്. ഓൾവേസ് ഐ ആം ബിഹൈൻഡ് യു. സോ ബി കെയർഫുൾ. സായുജ് ഇന്ദർ ഒന്നുമില്ല അല്ലെ? ഓക്കെ. സായുജിനെ ഞാൻ സൺഡേ വിളിച്ച് വാൻ ചെയ്ത് വിട്ടതാ, എന്നിട്ടും സായുജ് കയറിയിട്ടില്ല. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. നമുക്ക് കൊടുക്കാനല്ലേ പറ്റുള്ളൂ, നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ അല്ലെ? പാരന്റ്സും കൂടി ഉത്തരവാദിത്തം എടുത്ത് വിട്ടാലല്ലേ അതിന്റെ എഫക്റ്റീവ്നെസ് വരുള്ളൂ. എനിക്കിത് എടുക്കേണ്ട ഒരു കാര്യമില്ല, ബിക്കോസ് യു ആർ ഹാവിങ് സോ മെനി ടീച്ചേഴ്സ്. എന്നിട്ടും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ചാപ്റ്റർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് സാറ് വീണ്ടും അത് കൈവെക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സും ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ശ്രീജിത്ത് സാറ് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എക്സാമിന് മുമ്പ്, മെയിൻ എക്സാമിന് മുമ്പ്. ഹാപ്പി ഹാപ്പി. നോട്ട് ഓൺലി കെമിസ്ട്രി, all physics, in chemistry, in maths, in all subjects, whatever topics you feel difficult, I am going to handle that. Happy? Happy or not? Yes. അപ്പൊ ഇതൊരു റുട്ടീനാക്കി പൊന്നു മക്കള്, ഇതൊരു റുട്ടീനാക്കി മാറ്റണം. നല്ല കുട്ടികളായിട്ട് പഠിക്കണം. ഓക്കെ, ക്ലിയർ ക്ലിയർ? യെസ്. Here we go. Here we go. Next. ഒരു അടിപൊളി ചോദ്യമാണ്. 2 ചോദ്യങ്ങളുണ്ട് നമുക്ക്. ഒരു 1.5 ചോദ്യം എന്നൊക്കെ പറയണല്ലോ. ഒന്നാമത്തെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിച്ചു. KC ആണല്ലോ. വാട്ട് ഈസ് KC? ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഈ സാധനത്തിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം ഷോർട്ട് കട്ട് എഴുതിയതാണ്. നിങ്ങൾ ഇക്വിലിബ്രിയം മുഴുവനായിട്ട് എഴുതണം. നിങ്ങൾ ഇക്വിലിബ്രിയം EQM എന്ന് ഞാൻ ഷോർട്ട് കട്ട് ആയിട്ട് എഴുതിയതാണ്. എന്റെ പൊന്നു മക്കൾ ഫുൾ ആയിട്ട് എഴുതണം. ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. CBSE-കാർക്കും ഇത് പ്രധാനപ്പെട്ട. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് KC, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. വാട്ട് ആർ 4 ക്യാരക്ടറിസ്റ്റിക് എങ്കിലും
മസ്റ്റ് ആയിട്ടും പറയണം, പഠിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ഈ സാധനം മറക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചിട്ട് നിങ്ങൾ മറക്കാതെ ആക്കും. റെഡി? റെഡി? യെസ്. ക്യാരക്ടറിസ്റ്റിക് സ്വഭാവം. ഒരാളെ പറ്റി പറയില്ലേ, എടാ ശ്രീജിത്ത് സാർ എങ്ങനെയാ? വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ ലോകത്തില്ല എന്ന് നിങ്ങൾ പറയില്ലേ? അതുപോലെ KCയെ കുറിച്ച് ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകള് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ആർ യു റെഡി സ്റ്റുഡൻസ്? റെഡി? യെസ്. ഗുഡ്. 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 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് KC. റെഡി എന്ന് പറയുന്നുണ്ട്, ശ്യാമ പറയുന്നുണ്ട്, അഭിരാം പറയുന്നുണ്ട്, ആദിത്യ പറയുന്നുണ്ട്, ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇതാ നമ്മൾ കുളിക്കാൻ പോവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റന്റ്. ഒന്നാമത്തെ ഒരു 4 സ്വഭാവ സവിശേഷതകളെങ്കിലും നമ്മൾ പഠിക്കണം. എന്നാലാണ് 2 മാർക്ക് നമുക്ക് കിട്ടുക. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകണം, ഇനി വീട്ടിൽ പോയി പഠിക്കലൊന്നുമില്ല. സാറ് ക്ലാസ് എടുക്കലല്ല, ഇതാ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചിട്ട് പോവാ. ഇന്ന് ഈ അറ്റൻഡ് ചെയ്യണ അത്ര പേരും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അതിലുള്ള 2 ചോദ്യങ്ങളും തീർച്ചയായും ഈ പാഠത്തുനിന്ന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ലിങ്ക് കണ്ടിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക് വന്നിട്ടുണ്ട്. പാരന്റ്സ് ബ്രോഡ്കാസ്റ്റിംഗ് അയച്ചിട്ടുണ്ട്, സ്റ്റുഡന്റ് ബ്രോഡ്കാസ്റ്റിംഗ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് മിസ് ചെയ്ത കുട്ടികള് തീർച്ചയായും ആ ലിങ്ക് ഇന്ന് കണ്ടിട്ടേ കിടക്കാവൂ. ക്ലിയർ? അപ്പോഴാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കയറാൻ ഒന്നുകൂടി ഉന്മേഷം വരിക. ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും നിങ്ങളുടെ ക്ലാസ്. യെസ്, ഗുഡ്. യെസ്. അപ്പൊ നമ്പർ 1 എന്താണ് ഫസ്റ്റത്തെ സ്വഭാവം? ഫോർ എവരി റിവേഴ്സിബിൾ റിയാക്ഷൻ, ചെറുതാക്കിയതാ. ഫോർ എവരി റിവേഴ്സിബിൾ റിയാക്ഷൻ, എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഫോർ എവരി റിവേഴ്സിബിൾ റിയാക്ഷൻ has a definite value. A definite value for KC. KC at constant temperature. At constant temperature. ഇത് ആദ്യത്തെ ഒരു സ്വഭാവം, KCയുടെ സ്വഭാവം പഠിക്കണം നമ്മള്. ഇക്ലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇക്ലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന് നല്ല പ്രാധാന്യമുണ്ട്. ഇക്ലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾക്ക് പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. എന്താ ഒന്നാമത്തെ സ്വഭാവം പറയുന്നത്? ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷനും വ്യക്തമായി, കൃത്യമായ, ഫിക്സഡ് ആയിട്ട്, ഡെഫിനിറ്റ് ആയിട്ട്, മീൻസ് ഫിക്സഡ് ആയിട്ട്, ഡെഫിനിറ്റ് വാല്യൂ ആണ് KCക്ക്. ഒരു കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ മാറിക്കളിച്ചാൽ, ടെമ്പറേച്ചർ മാറിയാൽ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ മാറും. സഞ്ജന, സനൽ, റിത, രേവതി, റെഹാൻ, അറിയുത് ഒന്നാമത്തെ സ്വഭാവം മനസ്സിലായി സാർ? ഈ വില്ലന്റെ ഒന്നാമത്തെ സ്വഭാവം. നിങ്ങളൊരു വക്കീലായിട്ട് അഡ്വക്കേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങളൊരു കേസ് വാദിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ കക്ഷിയാണ് KC. നിങ്ങൾക്ക് കിട്ടിയ കേസാണ് KC, ഇക്ലിബ്രിയം കോൺസ്റ്റന്റ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാ വാദിക്കാൻ പോകുന്നത്? നിങ്ങൾ KCക്ക് വേണ്ടി വാദിക്കാൻ പോവാണ്, ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന് വേണ്ടി വാദിക്കാൻ പോവാണ്. അപ്പൊ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് എന്താ പറയുന്നത്? അതിന്റെ സ്വഭാവം. അപ്പൊ അതിന്റെ സ്വഭാവം നമ്മൾ ജഡ്ജിനെ മനസ്സിലാക്കിക്കണം. അയാളുടെ തെറ്റുകൊണ്ടല്ല, അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ സ്വഭാവങ്ങൾ നമ്മൾ പറയാണ്. ഒന്നാമത്തെ പോയിന്റ്, ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിക്കോട്ടെ. എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്താലും KC അഥവാ ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു കൃത്യമായ വിലയുണ്ടാവും.
നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഏത് സാധനം എടുത്താലും ബാക്കിൽ അതിന് അതിൻ്റെതായ കൃത്യമായ വിലയുണ്ടല്ലോ. അതുപോലെ ഏതൊരു റിയാക്ഷനിലും ഉദാഹരണത്തിന് റിയാക്ഷൻ 1, റിയാക്ഷൻ 1ന് ആ റിയാക്ഷൻ അനുസരിച്ച കേസിയുടെ ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും. വേറൊരു റിയാക്ഷൻ 2 അതിന് അതിൻ്റെതായ കേസി വാല്യൂ. നമുക്കൊക്കെ ഫിക്സഡ് ആയിട്ട് ഒരു ആധാർ നമ്പർ ഇല്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ക്ലിയർ? ക്ലിയർ? ഓരോരോ റിയാക്ഷനും ആ റിയാക്ഷന്റെ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും. ഒരു കണ്ടീഷൻ ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ അതിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടും. ആസ് ടെമ്പറേച്ചർ ചേഞ്ചസ് വാല്യൂ ഓഫ് Kc ഓൾസോ ചേഞ്ചസ്. അടിപൊളിയല്ലേ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് തന്നെ കിട്ടിയില്ലേ? എന്താ രണ്ടാമത്തെ പോയിന്റ്? മക്കളത് പറയാം. ആസ് temperature changes, value of Kc also changes. ടെമ്പറേച്ചർ മാറുമ്പോ കേസിയുടെ വാല്യൂ മാറും. ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ കേസിയുടെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. ചിലർ പറയില്ലേ സംസാരിക്കാൻ മുമ്പേ, ഞാൻ ചൂടായിട്ടിരിക്കുകയാണ്, എന്നെ വെറുതെ എൻ്റെ ഒരു തമാശ കളിക്കണ്ടെന്ന് പറയും. അപ്പൊ ഈ ടെമ്പറേച്ചർ ഒരു പ്രശ്നക്കാരനാണ്. അപ്പൊ ടെമ്പറേച്ചർ മാറ്റമില്ലെങ്കിൽ ആള് പാവമാണ്, എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കും. ഓക്കെ? ക്ലിയർ? 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 രണ്ടും രണ്ടായിട്ട് എഴുതിയാൽ മതി സൂരജ്. കാരണം ഞാനൊരു 4-5 പോയിന്റ് നിരത്തും. അതിൽ ഏതെങ്കിലുമൊക്കെ 4 ഓർമ്മ വരുമ്പോൾ ടീച്ചേഴ്സിന് പ്രസന്റബിൾ ആയിട്ട് കിട്ടുമല്ലോ. ഒന്നാമത്തേൽ ഞാൻ ഡെഫിനിറ്റ് വാല്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തേൽ ഞാൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസാ പറഞ്ഞിരിക്കുന്നത്. യു ഗോട്ട് ഇറ്റ് സൂരജ്? യെസ്. അങ്ങനെ മകപ്പ് പഠിച്ചെടുക്കണ്ട. ഈ 2 പോയിന്റും സെറ്റായി സാർ. ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷനും Kcയുടെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. എന്റെ പൊന്നു മക്കൾ പറയേ. ശ്രീനിധി പറയുന്നുണ്ട്, രേവതി പറയുന്നുണ്ട്, ഗ്രീഷ്മ പറയുന്നുണ്ട്, കുറച്ചൊക്കെ സഞ്ജനമോളും പറയുന്നുണ്ട്. ഇവർക്കൊക്കെ സ്നേഹമുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾ എന്താ അയക്കും, ഞങ്ങളൊന്നും മിണ്ടില്ല. മക്കളൊന്നും പറയണം, നിങ്ങളെ പഠിപ്പിച്ചു വിടിയല്ലടാ. 2 പോയിന്റ് കിട്ടിയില്ലേ നമുക്ക്? ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്താലും Kcയുടെ വാല്യൂ വെരി ഗുഡ് കൃഷ്ണപ്രിയ. ക്ലിയർ ആൻസർ. താങ്ക് യു കൃഷ്ണപ്രിയ, റെഹാൻ, സഞ്ജന, താങ്ക് യു, ഗോകുൽ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്താലും Kcയുടെ വാല്യൂ ഓഫ് Kc ഈസ് ഫിക്സഡ്, ഡെഫിനറ്റ് ഓർ ഫിക്സഡ്. ഗുഡ് ആൾ, താങ്ക് യു. ടെമ്പറേച്ചർ മാറുമ്പോൾ വാല്യൂ ഓഫ് Kc ഓൾസോ ചേഞ്ചസ്. ദാറ്റ് മീൻസ് ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതാം, വാല്യൂ ഓഫ് Kc ബ്രാക്കറ്റിൽ വാല്യൂ ഓഫ് Kc ഈസ് ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ ആശ്രയിക്കുന്നുണ്ട്. ആരെ? വാല്യൂ ഓഫ് Kc ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ Kcയുടെ വാല്യൂ മാത്രം നമ്മുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. നമ്മൾ ചൂടാവുമ്പോ നമ്മുടെ സ്വഭാവം മാറില്ലേ? അപ്പൊ ടെമ്പറേച്ചർ നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നില്ലേ? അതുപോലെ Kcയുടെ വാല്യൂവിനെയും ടെമ്പറേച്ചർ സ്വാധീനിക്കുന്നുണ്ട്. ഹലോ, ഡിഡ് യു ഗെറ്റ് മീ? 2 പോയിന്റ് സെറ്റായി സാർ. പൊതുവേ ശ്രീജിത്ത് സാർക്ക് പാവമാണ്, നല്ല സ്വഭാവമാണ്. ഫിക്സഡ് എപ്പോഴും ശ്രീജിത്ത് സാർ ഒരേപോലെയാ, ചിരിച്ചിട്ട് തന്നെ ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ശ്രീജിത്ത് സാർ എപ്പോഴും ഒരേ സ്വഭാവമാണ്, ചിരിച്ചിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ മാറും. സോ ടെമ്പറേച്ചർ ചേഞ്ച് ആവുമ്പോൾ സാര സ്വഭാവം മാറും, ഫിക്സഡ് ആയിട്ടുള്ള സാര സ്വഭാവം മാറും. അതുപോലെ തന്നെ Kc. അപ്പൊ 2 പോയിന്റ് സെറ്റായോ? യെസ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, വാല്യൂ ഓഫ് Kc ഈസ് ഇൻഡിപെൻഡന്റ് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ? എന്താ മക്കളെ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? പറയടാ. നട്ടപ്പാതിരിക്ക് എന്നെ തൊണ്ടെങ്കിൽ ക്ലാസ് എടുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയടാ. ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ അടിപൊളിയാവും. ലാസ്റ്റ് ആവുമ്പോഴേക്ക് എല്ലാ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഇൻഡിപെൻഡന്റ് അല്ലെ? വാല്യൂ ഓഫ് Kc ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് initial
ഇൻഡിപെൻഡന്റ് ഓൺ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ഓൺ എടുത്തു, കാരണം ഓഫ് റിപ്പീറ്റേഷൻ വരണം. ഇൻഡിപെൻഡന്റ് ഓൺ, ഇൻഡിപെൻഡന്റ് ഓൺ, it is independent on initial concentration of reactants and products. ആഹാ, ക്ലാസ്സിൽ ആര് ആദ്യം കയറി, ആരാ KBS ആദ്യം അഡ്മിഷൻ എടുത്ത്, ആരാ KBS അവസാനം അഡ്മിഷൻ എടുത്ത്? ഇനിഷ്യൽ ആൻഡ് ഫൈനൽ അല്ലെ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനും സാർക്ക് അങ്ങനെ കുട്ടികളുടെ അടുത്ത് പക്ഷഭേദമൊന്നുമില്ല. അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സിനെ ഒന്നും സാർക്ക് കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളോ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ കുട്ടികളെന്നോ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് എന്നോ പക്ഷഭേദമില്ല. അപ്പൊ സാറിന്റെ സ്വഭാവം, സാർക്ക് എല്ലാവരും സാറ് സ്റ്റുഡൻസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളാണോ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണ്, പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണ് പ്രോഡക്ട്സ്. നിങ്ങളാണ് ഇപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഒന്നും സാറ് ഡിപ്പെൻഡ് ചെയ്യില്ല, കേസ് ഡിപ്പെൻഡ് ചെയ്യണില്ല. മൂന്നാമത്തെ പോയിന്റ് സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ പോസ്റ്റ് ചെയ്യേ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ്, ഇതുപോലെയൊക്കെ കേസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലോകത്ത് പറഞ്ഞു തരുന്നത് ഞാൻ അഹങ്കാരം പറഞ്ഞതല്ല, എന്റെ ഗതികേട് പറഞ്ഞതാണ് ഞാനായിരിക്കും. ഇനി ജന്മത്തിൽ മറക്കൂല. കേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ക്ലാസ്സിൽ വരണ വരെ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? യു ജസ്റ്റ് തിങ്ക് മൈ ഡിയർ സ്റ്റുഡൻസ്, then how can you miss my session? Good. Good. Third point set ആയി. ഇനി fourth point, 5 point പറയുന്നത് value of Kc for a backward reaction. Backward reaction is the reciprocal of value of Kc of a forward reaction. ഇത് കണ്ട് ഭ്രാന്താവണ്ട, ഞാൻ എഴുതി പറഞ്ഞുതരാം. ഇത് എൻട്രൻസിനും ചോദിക്കാറുള്ള ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. യു ജസ്റ്റ് നോട്ട് ദ പോയിന്റ്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ എ ബെറ്റർ മാനർ. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യേ, ഞാനത് അടിപൊളിയാക്കി പറഞ്ഞുതരാം. യു ജസ്റ്റ് നോട്ട് ദിസ് പോയിന്റ്. ഞാനൊരു തമാശ രൂപത്തിൽ ആ സാധനം പറഞ്ഞുതരാം. യു ഡോണ്ട് വറി. You just don't worry. You just take it down and tell me once it is finished. You just എഴുതി എടുക്കേണ്ട പൊന്നുമക്കളെ, എന്നിട്ട് കഴിയുണ്ടെങ്കിൽ മാത്രം എന്നോടൊന്ന് പറഞ്ഞാൽ മതി. യെസ് വൈശാഖ്, ശ്രീനിധി, ശ്രീലക്ഷ്മി, വൈശാഖി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടപ്പാ. രാത്രി ആയതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ ഓൺ ചെയ്യാൻ പറയാത്തത്. സാറുടെ ക്ലാസ്സുകള് വൈകുന്നേരം 6:30 മുന്നേ നടക്കുന്ന സാറുടെ എല്ലാ ക്ലാസ്സിലും യു ഷുഡ് പുട്ട് ഓൺ യുവർ വീഡിയോ. യു നോ ദ റൂൾ റൈറ്റ്? എല്ലാവർക്കും നിയമം അറിയാം. 7 മണിക്ക് ശേഷമുള്ള ക്ലാസ്സുകളിൽ മാത്രമേ സാറ് വീഡിയോ ഓൺ ആക്കാൻ പറയാത്തതുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും സാറിന്റെ വീഡിയോസ്, നിങ്ങൾ വീഡിയോസ് ഓൺ ചെയ്തിട്ട് വേണം ക്ലാസ് ഇരിക്കുന്നത്. അപ്പൊ 4 ഈ പോയിന്റ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ പോയിന്റ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു റിയാക്ഷൻ ഞാൻ വെറുതെ എഴുതുന്ന റിയാക്ഷൻ വെറുതെ ഒരു റിയാക്ഷൻ എഴുതാൻ ഞാൻ C+O2 gives CO2. മക്കളെ ഇങ്ങനെ വെറുതെ ഒരു റിയാക്ഷൻ എഴുതാൻ. ഓക്കെ, ഈ മുന്നോട്ട് പോകുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. ബാക്കിലേക്ക് ഇട്ട ആരോണ് എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോ ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ Kc ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/Kc ആയിരിക്കും. ഇതിനെയാണ് അവിടെ വലിയ കാര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹൗ ഈസ് ദിസ്? ഈസ് ഇറ്റ് ഈസി ഓർ നോട്ട്? പ്ലീസ് ടെൽ മീ. ഈസ് ഇറ്റ് ഫാന്റാസ്റ്റിക് സർ? സൂപ്പർ സർ? ഇത് അടിപൊളി, ഈസിയാണ് സർ. ഒരു ഇക്വിലിബ്രിയം, ഒരു റിവേഴ്സിബിൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് ഫോർവേഡ്, അവിടുന്ന് തിരിച്ചു വരുന്നതാണ് ബാക്ക്വേർഡ്. ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ അതിന്റെ റെസിപ്രോക്കൽ അഥവാ 1/8 എഴുതിയാൽ മതി തലകീഴായിട്ട്. വെരി ഗുഡ്, സൂപ്പർ.
അങ്ങനെ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. How many of you are ready for a question? How many of you are ready for a question? Please tell me. Please tell me. എല്ലാവരും അടിപൊളിയല്ലേ അല്ലേ? യെസ്. Here we go. Then ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. H2 plus I2 gives 2HI. The value for എപ്പോഴും നമ്മൾ പറയുന്ന വാല്യൂ പറയാം. The value for Kc is equal to 48. What will be the value of Kc for the reaction 2HI gives H2 plus I2. Can anyone say? Very good. Sri Lakshmi posted the answer. 1/48. Fantastic. Your reaction, the reversible reaction. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 48 ആണെങ്കിൽ ഇത് ഫോർവേഡ് റിയാക്ഷന്റെ എപ്പോഴും സാധിക്കുക. ഇപ്പൊ നമ്മളോട് അവർ ബാക്ക്വേർഡ് ചോദിച്ചു. ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരു റിയാക്ഷൻ നേരെ റിവേഴ്സ് ഡയറക്ഷൻ ബാക്ക്വേർഡിലേക്ക് ആവുമ്പോൾ അതിന്റെ കേസിയുടെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? മറ്റേതിന്റെ 1/, റെസിപ്രോക്കൽ. സോ 1/Kc ആണ്. ദാറ്റ് ഈസ് 1/48. Is it superb? How many of you got 1/48 answer? ഇതൊക്കെയാണ് സ്കൂളിൽ തൊണ്ടയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. Raman, this link will be shared. You can go through that. ഓരോരുത്തരുടെയും നെറ്റ് പോകുമ്പോൾ രാമൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ എനിക്കിത് മാത്രമേ എടുക്കാൻ ഒക്കുള്ളൂ. ദിയ, സോന, ഗ്രീഷ്മ, ആദിത്യ, ആദർശ്, സുരജിത്ത്, പ്ലീസ് റെസ്പോണ്ട്. അതിനാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. യു ക്യാൻ യൂട്ടിലൈസ് ദ ലിങ്ക്സ് വെരി വെൽ. എന്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ ലിങ്കിലിട്ട് തരും. Is it clear? So how about the topic? ഒരു ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ Kc ആണെങ്കിൽ അതിന്റെ റിവേഴ്സിബിൾ ഡയറക്ഷനിൽ നടക്കുമ്പോൾ Kcയുടെ വാല്യൂ വിൽ ബി റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് 1/Kc. അപ്പൊ എത്ര പ്രോപ്പർട്ടി ആയി? എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ആയി? Tell me. Yes. ഒരു പോയിന്റ് കൂടി വെറുതെ തരാം, ഫ്രീ. ഒരു 5 പോയിന്റ് പഠിക്കാം. അപ്പോഴേ പരീക്ഷയ്ക്ക് 4 പോയിന്റ് ഓർമ്മ വരുള്ളൂ. How many of you are ready for 5th point? Yes. Here comes the 5th point about the characteristics. Addition of catalyst does not affect the value of Kc. Kcയുടെ വിലയെ എഫക്ട് ചെയ്യില്ല. കാറ്റലിസ്റ്റ് നീ ആഡ് ചെയ്താലും കാറ്റലിസ്റ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ അഭിരാം, താങ്ക് യു. നസ്രിയ, ഫതീഹ്, താങ്ക് യു. നവനീത്, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് Kcയുടെ വാല്യൂവിന് ഒരു വ്യത്യാസവും വരാൻ പോണില്ല. So my dear students, that's all about characteristics of Kc. Now we are moving into applications of Kc. How many of you are ready to learn applications? What is the use of Kc? Kc കുറിച്ച് മുഴുവൻ പഠിച്ചു. എന്നെ കുറിച്ച് നന്നായിട്ട് എന്റെ വക്കീൽ വാദിച്ചു. അപ്പൊ ജഡ്ജി ചോദിക്കുകയാണ്, ശ്രീജിത്തിനെ കൊണ്ട് ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ശ്രീജിത്ത് സംഭവമാണ്, ഇതൊക്കെയാണ്, എന്താണ് ഉപകാരം? Application, where we can use and where we are utilizing the equilibrium constant. Let us see. That is application, my dear students. How many of you are ready? Yes. Ready. അപ്പൊ 5 സ്വഭാവങ്ങൾ വേഗം ഒന്ന് ഓടിച്ചു നോക്കണം മക്കളെ. We have discussed, my dear students, a short question. We have discussed about the character. ഇത് CBSE കാർക്ക് MCQ ൽ ചോദിക്കാറുണ്ട് കേട്ടോ. Don't neglect. Christina, Raman, Grishma, please don't neglect. We have discussed about characteristics of equilibrium constant, and the first characteristic is എല്ലാ reversible reactionും equilibrium constant value fixed ആയിരിക്കും, temperature constant ആയിരിക്കും. That means
ടെമ്പറേച്ചർ മാറുമ്പോൾ വാല്യൂ ഓഫ് കെ സി മാറും. ടെമ്പറേച്ചർ മാറുന്നില്ല, കോൺസ്റ്റന്റ് ആണെങ്കിൽ വാല്യൂ ഓഫ് കെ സി ഡെഫിനറ്റ് ആയിരിക്കും. 3, വാല്യൂ ഓഫ് കെ സി ഈസ് ഇൻഡിപെൻഡന്റ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ? കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ അളവ്, എത്ര റിയാക്ടൻസ് എടുത്തു, എത്ര പ്രോഡക്ട്സ് എടുത്തു എന്നുള്ളതിനെ ആശ്രയിക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കെ സി. ഇക്ലിബ്രിയം കോൺസ്റ്റന്റ്. മൂന്നാമത്തെ, ഒരു ഫോർവേഡ് റിയാക്ഷന്റെ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കെ സി ആണെങ്കിൽ, ഫോർവേഡിന്റെ കെ സി ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 1/Kc. Okay, the value of equilibrium constant for a backward reaction is the reciprocal of the value of Kc of a forward reaction. ഞാൻ അപ്പുറത്ത് ഞാൻ എഴുതി കാണിച്ചത്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റിയാക്ഷന്റെ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ Kc ആണെങ്കിൽ അവിടെ ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷന്റെ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 1/Kc ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് എല്ലാ എൻട്രൻസ് എക്സാമിനും ക്വസ്റ്റ്യൻ വരും. MCQ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. CBSE സ്റ്റുഡൻസ് പ്ലീസ് നോട്ട്. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, നിങ്ങൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും കേസിയുടെ വാല്യൂല് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഹൗ മെനി ഓഫ് യു എഗ്രി ഓർ ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് വെൽ? പേടിക്കേ വേണ്ട. ഞാൻ ക്ലാസ് വെക്കുന്ന ദിവസം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂറേ സെഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ സെഷൻ നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി ആണെന്ന് വിചാരിച്ചിട്ട് കയറിയാൽ മതി. ഹിയർ ആഫ്റ്റർ ഹൗ മെനി ഓഫ് യു ആർ റെഡി ടു ഡു ദിസ് കമ്പൈൻഡ് സ്റ്റഡി? എന്താ രാത്രി ശ്രീജിത്ത് സാറുമായിട്ട് കമ്പൈൻഡ് സ്റ്റഡി ആണ്. So this is our combined study class. How many of you are ready to attend this combined study class? ഒപ്പം പഠിച്ചു പോകാം. നമ്മൾ അറിയാതെ പോകും. ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ്, ജസ്റ്റ് ഒരു 1 hour ഹാർഡ്ലി നിങ്ങൾ എനിക്ക് തന്നൂടെ പ്ലീസ്. നമുക്ക് സായു ചിന്തർ ഇപ്പം എല്ലാം വന്ന് കയറിയിട്ടുണ്ട്. എത്ര മണിക്കാണ് സായു നീ ലോഗിൻ ചെയ്തത്? ഇത്ര നേരം നീ ഉണ്ടായിരുന്നില്ല. Now only I could see your message. എത്ര മണിക്കാണ് നീ ലോഗിൻ ചെയ്തത്? എന്തുകൊണ്ടാ വൈകിയത് സായുജ്? വൈ 8:30? നോക്കി, കഴിഞ്ഞ തവണയും നീ ഇതേ തന്നെയാണ് എന്നോട് പറഞ്ഞത്, പാരന്റ്സിന്റെ കൂടെ പുറത്തായിരുന്നു എന്ന്. ഇന്നും നീ അതേ തന്നെയാണ് പറഞ്ഞത്, പാരന്റ്സിന്റെ കൂടെ പുറത്താണെന്നുള്ളത്. അടുത്ത പ്രാവശ്യത്തേക്ക് വേറൊരു കാരണം കണ്ടുപിടിച്ച് വെച്ചേക്ക് സായുജ്. അപ്പൊ കമ്പൈൻഡ് സ്റ്റഡിയാണ് മക്കളെ. നമ്മൾ എന്താ സെഷൻ? കമ്പൈൻഡ് സ്റ്റഡി. സാറിന്റെ കൂടെ ഇങ്ങനെ എല്ലാ കഷ്ടമുള്ള ടോപ്പിക്കും നമ്മൾ വരിക്ക പഠിച്ചു പോവാണ്. പഠിപ്പിക്കലല്ല, പഠിച്ചു പോവാണ്. ഓക്കെ സായുജ്, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാ. നീ ഇപ്പൊ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ഇത്രയും കുട്ടികൾ 50ഓളം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. എന്നിട്ടും ഞാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് കേട്ടോട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ട്. ഓക്കെ, ഹിയർ വി ഗോ. ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. What are the applications of equilibrium constant? സാറേ കഷ്ടപ്പെട്ട് ഇക്ലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് പഠിച്ച് ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് സാർ യൂസ്? സാറേ കഷ്ടപ്പെട്ട് ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് പഠിച്ചിട്ട് where we can apply this concept? നല്ലൊരു ചോദ്യം സാർ. അതാണല്ലേ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി. കൊള്ളാലോ. അപ്പൊ സ്വഭാവം നമ്മൾ പഠിച്ചു. കെ സി ഇക്ലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇക്ലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ വലുതാണ്. അതിനെ കുറിച്ചുള്ള 5 സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് പഠിച്ചിട്ട് എവിടെയൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. വേർ വി ക്യാൻ അപ്ലൈ. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി? വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി? ആർ യു റെഡി? റെഡി ഓർ നോട്ട്? Yeah, of course. Good. Holy. Good job. Yes. ഒന്നാമത്തെ, any guess? Any guess about the first? No guess from Krishnapriya. Any guess from your side? Yes, I will tell you. We can predict the extent of a reaction. നമ്മളൊരു സിനിമ തുടങ്ങിയിട്ടേ, നമ്മൾ സിനിമ തിയേറ്ററിൽ ഹരിണി ഹിയർ ഓൺവേർഡ്സ് ഈ ഒരു ക്ലാസ്സിന്റെ കൂടി ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇനി ഒരിക്കലും ഞാൻ ലിങ്ക് അയച്ചു തരില്ല. കാരണം അത് ഞാനും കൂടി എന്റെ സമയം കളഞ്ഞിട്ടല്ലേ മക്കളെ ഇരിക്കുന്നത്. ഈ കമ്പൈൻഡ് സ്റ്റഡിക്കൊക്കെ നിങ്ങൾ ലൈവായിട്ട് വരുമ്പോഴാണ് ഡബിൾ എഫക്ട്. വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്,
ഈ ക്ലാസിന്റെ പാർട്ട് 1 ഫസ്റ്റ് പാർട്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് ഞാൻ ഇന്ന് എല്ലാവർക്കും ലിങ്ക് അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം. ഇന്ന് ഇതിന്റെ പാർട്ട് 2 ആണ് നടക്കുന്നത്. നമ്മളിനി മിക്ക ദിവസവും നിങ്ങളുടെ എക്സാംസ് കഴിയുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് സാർ എന്നെ ഇതുപോലെ കമ്പൈൻഡ് സ്റ്റഡി, റിവിഷൻ എന്ന് പറയണ്ട, കമ്പൈൻഡ് സ്റ്റഡി. ദിസ് ഇസ് അവർ കമ്പൈൻഡ് സ്റ്റഡി ക്ലാസ്. ഓക്കെ, സോ പ്രെഡിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് കേസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് വേർ വി ക്യാൻ അപ്ലൈ. ഇതുകൊണ്ട് എന്താ ഉപകാരം സാർ? ഈ കേസ് ഒക്കെ പഠിച്ചത് എനിക്ക് എന്താ ഉപകാരം? മക്കളെ ശ്രദ്ധിച്ചു നോക്ക്. വി ക്യാൻ പ്രെഡിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമ തിയേറ്ററിലേക്ക് കയറുകയാണ്. നമ്മളൊരു 10-15 മിനിറ്റ് വൈകി കയറുകയാണ്. നമ്മൾ ഓടിപ്പോയി ഇരുന്നതും അടുത്തിരിക്കുന്ന ആളുടെ എന്താ നമ്മൾ ചോദിക്കുക? അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ എന്താ ചോദിക്കുക? കുറെ ആയാ, തുടങ്ങിയിട്ട് കുറെ നേരം ആയാ, കുറെ കഥ കഴിഞ്ഞു എന്ന് ചോദിക്കും. ആണോ അല്ലയോ? സോ എക്സ്റ്റെന്റ് ഓഫ് ഫിലിം. കഥ എന്തായി? ഒരുപാട് നേരമായോ തുടങ്ങിയിട്ട്? കഥ കുറെ പോയോ? എനിക്ക് കുറെ മിസ്സായോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ? അതെന്താ? സിനിമയുടെ എക്സ്റ്റെന്റ് എവിടെ എത്തി? സിനിമ ഏത് വരെ എത്തി? സിനിമ ഏത് വരെ കംപ്ലീറ്റ് ആയി? അതേപോലെ എന്റെ പൊന്നു മക്കളെ, ഇഫ് യു നോ ദ വാല്യൂ ഓഫ് KC, you can predict the extent of a reaction. ഒരു റിയാക്ഷൻ എവിടെ എത്തി? റിയാക്ടൻസ് ആണോ കൂടുതൽ, പ്രോഡക്ട്സ് ആണോ കൂടുതൽ? ഒരു റിയാക്ഷനിൽ നിന്ന് KCയുടെ വാല്യൂ വെച്ച് മനസ്സിലാക്കാം. അത്രേ. വണ്ടർഫുൾ സർ, സൂപ്പർ. KC കൊണ്ട് ഇതൊക്കെ ഗുണമുണ്ടോ സാർ? If I know the value of KC, I can predict the extent of a reaction. KCയുടെ വില എനിക്ക് അറിയാമെങ്കിൽ ഒരു റിയാക്ഷൻ എവിടെ എത്തി, എത്ര സമയം റിയാക്ഷൻ തുടങ്ങിയിട്ട്, റിയാക്ടൻസ് എത്രയുണ്ട്, പ്രോഡക്ട്സ് എത്രയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുമെങ്കിൽ KC മാസല്ലേ മക്കളെ? പ്ലീസ് പോസ്റ്റ്. സാറേ, ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വില എനിക്ക് അറിഞ്ഞാൽ ഒരു റിയാക്ഷൻ എവിടെ എത്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ഒരു റിയാക്ഷനിൽ റിയാക്ടൻസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ഒരു റിയാക്ഷനിൽ പ്രോഡക്ട്സ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, സാർ, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ആപ്ലിക്കേഷൻ സാർ. ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് സാർ. ഒരു റിയാക്ഷന്റെ എക്സ്റ്റെന്റ്, ഒരു റിയാക്ഷൻ എത്രമാത്രം മുന്നോട്ട് നീങ്ങി, അതിൽ എത്ര റിയാക്ടൻസ് ഉണ്ട്, എത്ര പ്രോഡക്ട്സ് ഉണ്ട് എന്ന് ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ KC സഹായിക്കും. അത്ര ഗ്രേറ്റ്. ഇതെല്ലാം 3 ഉണ്ട്, പഠിക്കാം. വേണ്ട, 5 മിനിറ്റ് മതി ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ. യു ഡോണ്ട് വറി. ഇനി ഞാൻ ഇങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി ക്ലാസ് വെക്കുമ്പോഴൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുവോ? വേണ്ട. ആകെ 2-3 പേര് പറയണ്ട യെസ് എന്ന്. എടാ, ഇത് ഒപ്പം പഠിച്ചു പോലല്ലേ, രസമല്ലേ? എത്രയും കണ്ടന്റ് ഒപ്പം തീരുമല്ലേ? ഇത് കഴിയുന്നത് പിന്നെ പഠിക്കാൻ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഉത്സാഹമാവുകയും ചെയ്യും. യെസ്. ഗുഡ്. കാലിക്ക് പൊളിച്ചു. ഗുഡ്. Here we go. ഞാൻ ലിങ്ക് ഇട്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാം? 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് വാട്സപ്പിൽ വരും മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഇതൊന്നും നമ്മൾ കമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലുകളല്ല. ഇഫ് യു ജസ്റ്റ് സബ്സ്ക്രൈബ് ദ +1 മാത്രം സെപ്പറേറ്റ് ചാനലാണ്. എനിക്ക് വേണമെങ്കിൽ എല്ലാം കൂടി KBS യൂട്യൂബ് ചാനൽ തുടങ്ങാം, എന്നിട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാം. അത് ചെയ്തിട്ടില്ല. +1 കുട്ടികൾക്ക് സെപ്പറേറ്റ് ചാനലാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ഞാൻ എപ്പോൾ ലിങ്ക് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അലേർട്ട് വരും. ദാറ്റ് ഈസ് വൺ വേ. അനദർ വേ, പാരന്റ്സ് ബ്രോഡ്കാസ്റ്റിലേക്ക് വാട്സപ്പ് പോവും ലിങ്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് 2 ഓപ്ഷൻ. Either you can subscribe our +1 KBS channel in which the links are being posted. Otherwise, you can seek help from your parents. Both are the ways. Okay. രണ്ടാമത്തെ അല്ല, അപ്പൊ എങ്ങനെയാണ് സാർ KC വെച്ച് വാല്യൂ അറിയാം? ഞാൻ പറയാം. KCയുടെ വാല്യൂ, if KC is high, that indicates that the concentration of product is high. KC is high means products കൂടുതൽ എന്നാണ് അർത്ഥം. എന്താ ഇതിന്റെ അർത്ഥം? സാറേ, KCയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ ധാരാളം പ്രോഡക്റ്റ് ഉണ്ട് എന്ന്. ധാരാളം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? കവി ഉദ്ദേശിച്ചത് റിയാക്ടൻസ് ഒക്കെ പ്രോഡക്ട്സ് ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ റിയാക്ഷൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമായെന്ന് അർത്ഥം. You got it? If KC, the value of KC is high, that indicates the concentration of products is high. പ്രോഡക്റ്റ് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റ് ആവുക. അപ്പൊ പ്രോഡക്റ്റ് കൂടി ഒരു റിയാക്ഷൻ തുടങ്ങുമ്പോ ലെറ്റ് മീ ഷോ യു. ഒരു റിയാക്ഷന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഇതാണ് ഫുൾ ഉണ്ടാവുക, ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ റിയാക്ഷൻ മുന്നോട്ട് പോകും തോറും ഇത് കൂടി വരും, ഇത് കുറഞ്ഞു വരും.
അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ Kc, if the Kc value is very high, the product concentration will be high. You got it? അപ്പൊ റിയാക്ഷൻ ഏതാണ്ട് ആയി. റിയാക്ഷൻ ഇന്റർവെൽ കഴിഞ്ഞു, മിഡിലിൽ പോയിട്ട്. Clear, my dear students? And what is the meaning when it is Kc is low? Kc യുടെ വില low ആണെങ്കിൽ, less ആണെങ്കിൽ. Can anyone tell? Any guess? Kc യുടെ വാല്യൂ ലെസ് ആണെങ്കിലോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ലെസ് ആണെങ്കിലോ, what does that mean? Krishnapriya, this is an equilibrium reaction. This is a reversible reaction. There is nothing like end. You got it? അവിടെ കൂടും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും, പിന്നെ ഇവിടെ കൂടും. യെസ്, റിയാക്ടൻസിന്റെ അളവ് കൂടുതൽ. തുടങ്ങിയിട്ട് അത്ര സമയമൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ധാരാളം റിയാക്ടൻസ് മാറാനുണ്ട് എന്നുള്ളത്. പക്ഷെ വെറുതെ ഹൈ വെറുതെ ലെസ് നമുക്ക് ഇടാൻ പറ്റില്ല. There is some value for that we need to study. There is one value for that you need to study, my dear students. That is, ഈ വാല്യൂ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. If Kc is greater than 10 to the power of 3, എന്തായിരിക്കും അതിന്റെ അർത്ഥം? Any guess? Products ആണ് മെജോറിറ്റി. വെരി ഗുഡ്. Products predominate എന്ന് പറയാം. Predominate എന്ന് പറഞ്ഞാൽ കൂടുതൽ. Over റിയാക്ടൻസിനേക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാകും എന്നാണ് അർത്ഥം. Okay, if Kc is less than 10 to the power of -3, very very important, sure short MCQ question for CBSE students, for state students, it is very very important. 10 raised to -3 യേക്കാൾ കുറവാണെങ്കിൽ reactants predominates over products. ഇത് പഠിച്ചോണ്ട് ഗുണമുണ്ട്. Kc അറിവുണ്ട്. ഇനി ഒരാൾ ചോദിക്കട്ടെ, സർ ഇത് 10 raised to -3, ഇത് 10 raised to +3, അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിലാണെങ്കിലോ സാർ? if Kc lies between 10 raised to -3 and 10 raised to 3, any guess? രണ്ടിൽ ഒന്ന് അങ്ങോട്ട് കൂടി പോവാണെങ്കിൽ പ്രോഡക്റ്റ് കൂടുതൽ, ഇതാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അപ്രീഷിയബിൾ. റിയാക്ടൻസും പ്രോഡക്ട്സും അത്യാവശ്യം ഭേദപ്പെട്ട രീതിക്ക് ഉണ്ട്. ആര് കൂടുതൽ ആര് കുറവെന്ന് പറയാൻ പറ്റില്ല. അപ്രീഷിയബിൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, രണ്ടുപേരും അത്യാവശ്യം ഉണ്ട്. ആര് കുറവ് ആര് കൂടുതലൊന്നും നമുക്കിപ്പോ ഈ സ്റ്റേജിൽ പറയാൻ പറ്റില്ല. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, have you got a clear idea about the first application? ആരും ആരെക്കാൾ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇലക്ഷൻ വോട്ടെണ്ണ പോലെ രണ്ടുപേർക്കും സാധ്യതയുണ്ട്. റിയാക്ടൻസിനും പ്രൊഡക്ട്സിനും എത്ര അസലായിട്ട് നമ്മൾ പഠിച്ചു ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ പഠിക്കണോടാ, ഇങ്ങനെ പഠിച്ചാലാണ് നമ്മൾ എന്തിനാ സ്കൂളിൽ പോകണമെന്ന് തോന്നൽ വരിക. വെറുതെ കുറെ ഈസും വാസും വെച്ച് പൊടിയും തൊങ്ങലും വെച്ച് ചേർത്തി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലട മക്കളെ. വളരെ ഈസിയാണ്. ഏത് ഡ്രൈ ചാപ്റ്ററിനും നമുക്ക് അടിപൊളിയാക്കി എടുക്കാം, മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. Please come for a combined study with me. I will show you what is the joy of learning, my dear students. Please accompany me in my combined study. I will show you how to make our learning process an enjoyable experience. Are you ready? Shall we move to next point? Second application. ആദ്യത്തെ application നന്നായിട്ട് മനസ്സിലായി sir. I need your response. How many of you? That is experimental explanation, Krishnapriya. That is all experimentally they have determined. Okay. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ മക്കള്. ആ കേറിയ 48-49 ഏകദേശം 50ഓളം പേര് ഇത്രയും നേരം അതുപോലെ ഇരുന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ്. ക്രിസ്റ്റീന, ദിയ, സോന, ഗ്രീഷ്മ, ആദിത്യ, ആദർശ്. സോനമോളുടെ ഒരു മെസ്സേജ് പോലും ഞാൻ ഇത്രയും നേരം കണ്ടിട്ടില്ല കേട്ടോ. മെസ്സേജ് എന്തായാലും അയക്കില്ല എന്ന് പറഞ്ഞിട്ട് ശബ്ദം അടിച്ചിരിക്കുകയാണ് സോന. അയച്ചാ? ഓക്കെ മോളെ, ഞാൻ ഈ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മിസ് ചെയ്തായിരിക്കും. എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഹിയർ വി ഗോ. റെഡി? സോ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞു.
How many of you are ready for second application? How many of you are ready for second application? എന്തൊക്കെ അടിപൊളി. ഒപ്പം പഠിച്ചു പോവുക സാറിന്റെ കൂടെ അല്ലെ? സാറിന്റെ കൂടെ ഒപ്പം പഠിച്ചു പോവുക. ഇതിലൊരു അടിപൊളി മാജിക് ഇട്ട് തരാം സാറ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് മുമ്പത്തെ പേജ് ഒന്നും പിക്ചർ ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ഈ 2 എപ്പിസോഡ് കണ്ട ശരിക്ക് ഇതേപോലെ ഒരു 1 അവർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി pH വാല്യൂ, ബഫർ ആക്ഷൻ, കോമൺ ആൻഡ് എഫക്റ്റ്, ഇതൊക്കെയാണ് ഇതില് ഷോർട്ട് ക്വസ്റ്റ്യൻ. ചാപ്റ്ററിനെ അങ്ങനെ നാണം കെടുത്തി അടിച്ചു പൊട്ടിച്ചിട്ടു നമ്മൾ ഈ ചാപ്റ്ററിനെ. ഈ ചാപ്റ്റർ വലിയ മാസാണ്, എന്താ പറയുക, ആനയാണ്, കപ്പലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ നമ്മൾ വിലയില്ലാതാക്കി ചവിട്ടി തേച്ച് അടിച്ചു കൊന്നു നമ്മൾ ഈ ചാപ്റ്ററിനെ. അല്ലേ പറയാം? ചാപ്റ്റർ നമ്മൾ അടിച്ചു കൊന്നില്ലേ എന്ന് പറയാം അല്ലേ? യെസ്. Here is the second application, my dear students. The second application is we can predict. Srinidhi happy, yes. We can predict with the help of KC. We can predict the direction of reaction. We can predict the direction of a reaction. ഒരു റിയാക്ഷൻ ഏത് ദിശയിലേക്ക് പോകുന്നു? ഫ്രണ്ട് ഫോർവേഡ് ആണോ? ദിയ താങ്ക് യു. ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നുള്ള ഡയറക്ഷൻ നോക്കാൻ നമ്മളെ predict the direction of a reaction. It helps. Second application, it helps to predict the direction of a reaction. So here you are going to see a new term, my dear students. ഒരു പുതിയ ടേം നിങ്ങളുടെ മുന്നിലേക്ക് ഇടും. ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ നമുക്ക് പ്രാന്താവും. നോക്കിക്കോ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ പ്രാന്താവും. ഒരു QC എന്ന് പറഞ്ഞു. ഇത്രയും നേരം നിങ്ങൾ പഠിച്ചത് KC ആണ്. എന്തായിരുന്നു KC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താ QC? Can anyone know what is QC? It is called as reaction quotient. I will tell you what is that. I will tell you. നോക്ക്, എന്റെ കയ്യില് ഒരു 10,000 രൂപയുണ്ട്. എന്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. ഐ ആം ഹാവിംഗ് 10,000 rupees വിത്ത് മീ. അതെന്റെ അക്കൗണ്ടിലാവാം, എന്റെ ഏതെങ്കിലും ഒരു പേഴ്സിലാവാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്റെ ഒരു അലമാരിയിൽ വെച്ചിട്ടുണ്ടാവാം. പക്ഷെ ഐ ആം ഹാവിംഗ് 10,000 rupees. ബട്ട് എന്നോട് ശ്രീനിധി മോള് വന്ന് ചോദിക്കണ്, സാറേ എനിക്കൊരു കുറച്ച് പൈസ തരുമോ? അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര വേണം? സാറിൽ എത്ര ഉണ്ട് ചോദിക്കുമ്പോ എന്റെ പേഴ്സിൽ ശ്രീനിധി ചോദിക്കുന്ന സമയത്ത് എന്റെ പോക്കറ്റിൽ 100 രൂപയേ ഉള്ളൂ. എന്റെ പോക്കറ്റിൽ ശ്രീനിധി ചോദിക്കുന്ന സമയത്ത് 100 രൂപയേ ഉള്ളൂ. പക്ഷെ എന്റെ കയ്യിൽ പൈസ 10,000 ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷെ ശ്രീനിധി ചോദിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്റെ കയ്യിലുള്ള പൈസയാണ് ടോട്ടൽ റിയാക്ഷന്റെ. അതാണ് നമ്മൾ എന്താ പറയുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മളൊരു റിയാക്ഷനെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഇപ്പൊ എത്ര KC എന്ന് ചോദിക്കുന്നതാണ് എന്ത്? റിയാക്ഷൻ കോഷ്യന്റ്. ഇതുപോലെ നിങ്ങൾക്ക് KCയും QCയും തമ്മിൽ ഒരുത്തരും പറഞ്ഞു തരും. I challenge you, I bet you. ശരിക്കും ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KC. പക്ഷെ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നവനീത് കയറി ചോദിക്കുകയാണ്, ഇപ്പൊ എത്രയാണ് ഇതിന്റെ KC എന്ന് ചോദിച്ചാൽ ആ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആ സ്പോട്ടിലുള്ള KC ആണ് എന്ത്? QC. How many of you understood? ബെറ്റ് വെക്കാം, ഞാനിപ്പോ പറഞ്ഞ സാധനം ഒരുത്തരും ഇതുപോലെ പറഞ്ഞു. ഇങ്ങനെ ഉദാഹരണം വെച്ചിട്ട് കേട്ടോ, ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. ഉദാഹരണം KCയും QCയും ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോരുത്തന് പോലും ഇത് കൺഫ്യൂഷൻ വരും. യെസ്, ഗുഡ്. KC എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ മൊത്തത്തിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എന്താ QC? പെട്ടെന്ന് ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു പോയിന്റ് ഇപ്പൊ എത്രയാ KC എന്ന് ചോദിച്ചാൽ ആ KC വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയാ? QC. ഹാപ്പി? ഹൗ മെനി ഓഫ് യു ആർ ഹാപ്പി? ഇതൊക്കെ സാറൊക്കെ എടുത്തിട്ടാ
പപ്പടം പോലെ പൊടിച്ചിങ്ങനെ കൈ തരും, പപ്പടം പോലെ. എനിക്ക് എന്ത് കഷ്ടം, ഞാൻ വർഷങ്ങളായിട്ട് ഇതിൽ തന്നെയുള്ള പണി. ഓക്കെ, പൊളിക്കും നമ്മള്. ഇനി എന്റെ കൂടെ കമ്പൈൻഡ് സ്റ്റഡിക്ക് 1000 പേരുണ്ടാവണം. ഓക്കെ, 1000 സ്റ്റുഡൻസ് ഉണ്ടാവണം കമ്പൈൻഡ് സ്റ്റഡിക്ക് മിനിമം, ഇത്രയും പവർ ക്ലാസ് കൊടുക്കുമ്പോ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് let us see how we can predict with the relation between QC and KC. See, if QC is greater than KC, reaction എങ്ങടായിരിക്കും? If QC is less than KC, reaction എങ്ങടായിരിക്കും? If QC is equal to KC, reaction എങ്ങടായിരിക്കും? ഇതിൽ ഞാനൊരു തമാശ കഥ പറഞ്ഞുതരാം, നിങ്ങൾ ഇത് ദയവ് ചെയ്ത് പുറത്ത് കൊണ്ടുപോയി പറഞ്ഞു ഞാൻ നാറ്റിക്കരുത്. ഇത് ഓർത്ത് വെക്കാൻ ഒരു സൂപ്പർ കഥ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ യെസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കോമഡി കഥ പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ഞാൻ ഈസി ആക്കി തരാം. How many of you are ready? How many of you are ready for a comic game? Yes. Good. ഇത്രേ ഉള്ളൂ. Q എന്ന് പറഞ്ഞാൽ ക്വീൻ എന്ന് വിചാരിക്കും. ഒന്നും വെളി പറയരുത് കേട്ടാ, നിങ്ങളുടെ കെമിസ്ട്രി ജസ്റ്റിനൊന്നും പോയി പറയരുത് കേട്ടാ. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ക്വീൻ എന്ന് വിചാരിക്കുക, K എന്ന് വെച്ചാൽ കിങ് എന്ന് വിചാരിക്കും. രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞിക്ക് രാജാവിനേക്കാൾ വയസ്സുണ്ട് എന്ന് പറയുമ്പോ ആ രാജ്യം മുൻപോലോട്ട് പോവോ പിറകിലോട്ട് വരുമോ? പറയാം. Q for queen, K for king. ക്വീനിന് കിങ്ങിനേക്കാൾ വയസ്സുള്ള ഒരു രാജ്യത്ത്, ഗ്രേറ്റർ ആണ്, Q is greater. ഈ രാജ്ഞിക്ക് രാജാവിനേക്കാൾ വയസ്സ് കൂടുതൽ, ആ രാജ്യം മുന്നോട്ട് പോവോ ബാക്കിലേക്ക് വരുമോ? നമ്മള് അതൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്താ വിചാരിക്കുക, അത് ശരിയായ പരിപാടിയല്ല. കൃഷ്ണപ്രിയ, അത് എനിക്ക് ഇഷ്ടമായി. അത് നോർമലി അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പൊ അത് എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ എങ്ങനെ നടക്കുക? റിവേഴ്സ്. ബാക്ക് മീൻസ് ബാക്ക്വേർഡ്, റിവേഴ്സ് മീൻസ് ബാക്ക്വേർഡ്. അടിപൊളി. ഇനി നോക്കിയേ, രാജ്ഞിക്ക് രാജാവിനേക്കാൾ കുറച്ച് ഒരു വയസ്സെങ്കിലും കുറവ്, രാജാവിനേക്കാൾ രാജ്ഞി യങ്ങാണ്. സോ ഭയങ്കര ബുദ്ധി ഉണ്ടാവും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും രാജാവിന്. നന്നായിട്ട് നല്ല യങ് ബുദ്ധി ഉണ്ടാവും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ രാജ്യം എങ്ങോട്ട് പോകും? ഇനി രണ്ടുപേർക്കും ഓൾമോസ്റ്റ് സെയിം ഏജ് ആണെങ്കിലോ? എനി ഐഡിയ? Equilibrium. The reaction is at equilibrium. How is this, my dear students? Is there any comparison? ഇതുപോലെ ക്യൂസിയും കേസിയും നമ്മളെ റിലേഷൻ വെച്ചിട്ട് എവരെങ്കിലും പറഞ്ഞു തരാൻ പറ്റും? ഇനി ജന്മത്തിൽ മറക്കോ? ഇതാണ് എന്റെ കൂടെ കമ്പൈൻഡ് സ്റ്റഡിക്ക് ഇരുന്നുള്ള ഗുണം. ശ്രീജിത്ത് സാർ അവിടെ കമ്പൈൻഡ് സ്റ്റഡിയാണ്. ഓക്കെ ദിസ് ഈസ് ദ റിയൽ. ഇതുപോലെ പഠിച്ച ആകെ 9-10 പാടുണ്ട് കെമിസ്ട്രിയിൽ. ഫിസിക്സിൽ ഒരു 10-14 പാടുണ്ട്. എല്ലാം കൂടി എടുത്താൽ ഒരു 40 പാടുണ്ടാവും. ഇതേപോലെ ഒരു 100 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിയും. അത് സാരില്ല കൃഷ്ണപ്രിയ, ഞാൻ യങ്സ്റ്റർ എന്നല്ലേ പറഞ്ഞല്ലോ, സീനിയർ ആയിട്ട് പറഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലായി നീ എന്തിലാണ് കൊളുത്തിയതെന്ന്. ദിസ് ഇസ് ജസ്റ്റ് എ ഫൺ. ഓക്കെ, ഇനി ആരെങ്കിലും മറക്കുവോ? ഈ സാധനം ആരെങ്കിലും മറക്കോ? ഇത് സ്കൂളിൽ പോയി ടീച്ചർക്കൊന്നും പറയില്ല കേട്ടോ, ടീച്ചർമാർക്ക് ഒട്ടും സെറ്റ് ആവില്ല, എന്നെ കൊല്ലും അവർ. ഓക്കെ, യെസ്, ഗുഡ്. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഓർമ്മിപ്പിക്കണ്ടേ നിങ്ങളെ, എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു തരണ്ടേ ഞാൻ, അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യേണ്ടതെല്ലാം. ഓക്കെ, ലാസ്റ്റ് ആപ്ലിക്കേഷൻ, അത് പ്രോബ്ലം വെച്ചാൽ ചെയ്യുക. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, തേർഡ് ആപ്ലിക്കേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് KC is used in calculating what? Calculating what? Yes, equilibrium concentration. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാം അടുത്ത ക്ലാസ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഷോർട്ട് ഫോം ആണ്, നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതട്ടോ. So KC, using KC we can find out or we can determine what? Equilibrium concentration. So how many applications we have studied, my dear students? Can anyone say all? എന്റെ മക്കളെ ഇത് പഠിപ്പിച്ചതെല്ലാം എന്തായാലും പഠിക്കണം. ഞാൻ എന്തായാലും ലിങ്ക് പോസ്റ്റ് ചെയ്യാം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അലേർട്ട് വരും. യു ഡോണ്ട് വറി. ഓക്കെ, ഇത് മാത്രമല്ല, എന്റെ ഫിസിക്സും മാത്സും എല്ലാ ക്ലാസ്സും അതിൽ വരും. ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് നേരിട്ട് വരും. യെസ്, KC കൊണ്ടുള്ള ഉപകാരം, ഒരു റിയാക്ഷൻ എവിടെ എത്തി, എക്സ്റ്റെൻഡ് ഒരു റിയാക്ഷൻ എവിടെ എത്തി എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കി, അതിന്റെ വാല്യൂസ് നോക്കി
ഒരു കേസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. രാജ്ഞിയും രാജാവും വെച്ച് നമ്മൾ നോക്കി. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കേസ് ഉപയോഗിക്കാം. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാൻ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് കേസ്. അടുത്ത ക്ലാസ്സിൽ pH റിലേറ്റഡ് അറീനസ് തിയറി, ആസിഡ് ബേസ് കോൺസെപ്റ്റ്, ലേ ഷാഡ്ലർ പ്രിൻസിപ്പിൾ, ഇങ്ങനെ ഒരു മാക്സിമം 2 പീരീഡ് കൂടി സാധനം സീനായി. How do you feel about this combined study class? Please post your feedback, my dear students. Are you happy? Good feel. പഠിക്കാൻ തോന്നും, ചാർജ് ആയി. സാറിന്റെ കൂടെ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി നടത്തുമ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് ആവും. Thank you so much, my dear students, for spending time. Thank you so much. I will post this link now itself in our chat. ഇപ്പൊ തന്നെ ഞാൻ ഈ ലിങ്ക് പോസ്റ്റ് ചെയ്യാം ചാനലിൽ. Okay, bye bye. Thank you. Good night. Bye bye.